ഹലോ, അപ്പം നമ്മളിന്ന് നമുക്കൊരു സ്വന്തമായിട്ട് കുളമുണ്ട്. ആ കുളത്തിൻ്റെ വെള്ളം വെറ്റിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. വെള്ളം അടിക്കാൻ വേണ്ടി മോട്ടറൊക്കെ എടുത്തു കൊണ്ടിട്ടുണ്ട്. 1.5 വലിയ മോട്ടർ വെച്ച് വെള്ളം വെറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ നമ്മുടെ നാട് ആസാം വാള, അതുപോലെ അനാബസ്, കരിപ്പിടി, അതുപോലുള്ള കുറേ മീനുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാം. കറി വെച്ച് കഴിക്കാൻ പൊരിച്ചടിക്കാൻ പറ്റിയ അടിപൊളി മീനുകളാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന മീനുകളിൽ നല്ല ടേസ്റ്റുള്ള മീനുകളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ നമുക്കൊരു 25,000 രൂപ നമുക്കിതിന് ചിലവ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു എത്ര രൂപ ബഡ്ജറ്റായിടാ, എത്രയായി എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് 5 മീറ്ററിന് 7 മീറ്ററാണ് വരുന്നത്. ഈ ഒരു കുളം ഒരു 6 അടി ഡെപ്ത് ഉണ്ട് ഇതിന്. ഈ ഒരു കുളത്തിന് എനിക്കൊരു 25 രൂപ ചിലവ് വന്നിട്ടുണ്ട്. ടാർപ്പായ്ക്ക് തന്നെ 10,000 രൂപ വരെ അടുത്ത് നമുക്ക് ടാർപ്പായ്ക്ക് പൈസ വരുന്നുണ്ട്. പിന്നെ അതുപോലെ വരുന്നത് വലിയൊരു ചിലവാണ് വല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചുരുങ്ങിയ വിലക്ക് ഈ പഴയ മീൻപിടുത്തക്കാരുടെ അടുത്തൊക്കെ പോയി ഇനി പഴയ വല സെക്കൻഡ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. കാരണം ഈ കൊക്കൊക്കെ വന്ന് ഒരുപാട് വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിന് കവറിങ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ കമ്പി വെച്ചിട്ടൊക്കെ മറയ്ക്കുക, പിള്ളേരൊക്കെ ഓടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10,000 രൂപ ടാർപ്പായ, ഇന്നതുപോലെ വല, അങ്ങനെ എല്ലാം കൂടി 25 രൂപ ബഡ്ജറ്റാണ് ഞാൻ ഈ കുളം ചെയ്തത്. അത് പിന്നെ സ്ഥിരമായിട്ടൊരു കുളം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നീട് അതിലെന്ത് ആവശ്യങ്ങൾക്കും ഇങ്ങനൊരു സംഭവം നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. മീൻ ഇഷ്ടം പോലെ മീൻ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കോരി പിടിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനും കഴിക്കാം. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചോളാണ് ഇതിൻ്റെ ഫുഡിന് ഭയങ്കര എക്സ്പെൻസ് വരുന്നത്. അത് പല്ലറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്ര നമുക്ക് ചിലവ് വരുന്നത്. അത് നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ചേമ്പ്. കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ചേമ്പുണ്ട്. ആ ചേമ്പിൻ്റെ തണ്ടും ഇലടക്കം 2 ശല വെച്ചിട്ട് ഡെയിലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീനുകൾ നല്ലോണം എടുത്ത് പോകുന്നുണ്ട്. അതിപ്പോൾ നേച്ചുറലായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ മരച്ചീനി, കുള്ളി എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂർ ഭാഷ കുള്ളി എന്ന് പറയാം. കപ്പ, മരച്ചീനി, അതിൻ്റെ തണ്ട് വെട്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും വീട്ടുകൾക്ക് നല്ല ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ അളവിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് എന്തെങ്കിലും കോഴി വേസ്റ്റ് ഇടാൻ പറ്റുമെന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കോഴി വേസ്റ്റും അതുപോലുള്ള നമ്മളുടെ കിട്ടുന്ന വേസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ്, അങ്ങനെയുള്ള വേസ്റ്റുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ നല്ലത്. കാരണം അത് വലിയൊരു ക്വാണ്ടിറ്റി വെള്ളം ഇതിൽ നമ്മളുണ്ട്. ആ വെള്ളം പിന്നീട് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കോഴി വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ഇലകൾ കിടന്ന് ചീഞ്ഞാൻ്റെയാണ്. അതുകൊണ്ട് യാതൊരു സ്മെല്ലുമില്ല, അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചേമ്പിൻ്റെ ഇല, കൊള്ളീര, മരച്ചീനീര തണ്ട്, അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് യാതൊരു സ്മെല്ലും തോന്നിക്കില്ല. മീനുകൾക്ക് അത് ഭയങ്കര ഉപകാരമാണ്. അവരുടെ ആയുസ്സിനും എന്തിനാ അവരുടെ പെട്ടെന്ന് ചത്തു പൊങ്ങണ ഒരു കേസുണ്ട് പലതും. അപ്പോൾ ഇങ്ങനെ കേസ് വരുമ്പോൾ മീനുകൾ ചാവൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ മീനിൻ്റെ ചത്തു പൊങ്ങണ കേസുകൾ, കൂട്ടത്തോടെ ചത്തു പൊങ്ങൽ. അതിപ്പോൾ കണ്ടിന്യൂസ് മഴ പെയ്യുക, അതുപോലെ തണുപ്പിൻ്റെ ചൂടിലേക്ക് മാറുക. ആ ടൈമൊക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറും. ആ ടെമ്പറേച്ചർ മാറാൻ വെച്ചാൽ മീനുകൾക്ക് അത് പറ്റാണ്ട് വരും. അപ്പോൾ നമ്മൾ കെമിക്കലായിട്ട് കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്, അത് പരമാവധി യൂസ് ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ ചാണകത്തിൻ്റെ വെള്ളമുണ്ട്, പശുവിൻ്റെ ചാണകത്തിൻ്റെ വെള്ളം കലക്കിയിട്ട് അതിൻ്റെ തെളിവെള്ളം അത് കുറച്ച് ദിവസം ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മീനുകളുടെ ആയുസിന് വളരെ നന്നാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അമ്ലത്വം, അതാണ് അമ്ലത്വം, അത് കൂടുമ്പോൾ അമ്ലത്വം കൂടിക്കഴിഞ്ഞാലും മീനുകൾ ചത്തു പോകുന്നതാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വാഴപ്പിണ്ടി ഇതിലെ പോള, വാഴരൊക്കെ പോളയില്ലേ, അതിൻ്റെ പോള വെട്ടിയിട്ട് ഇതിൽ 4 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മീനുകൾക്ക് യാതൊരു ഡാമേജും പറ്റില്ല, നമുക്ക് നല്ല സ്ട്രെങ്തായിട്ട് കിട്ടുകയും ചെയ്യും. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ട മീനാണ് ഫുള്ള് ഇതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ വാങ്ങൽ തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ചെറിയൊരു ടാർപ്പായ മാത്രം നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയൊരു പദ്ധതിയാണ് ഈ പടുതാക്കുളം. അപ്പോൾ നമ്മുടെ സംഭവം ഇപ്പോൾ ഒരു വർഷമായിട്ട് വിജയമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഒരു വീഡിയോ നമ്മൾ ഇറക്കാറുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്ക് ഇറക്കണ കുറച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യാതൊരു പേടിയും വേണ്ട. വീട്ടാവശ്യത്തിനുള്ള ഇഷ്ടം പോലെ മീൻ, ഒരുപാട് മീനുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സെയിലാക്കി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ.
നല്ല വരാല്, അതുപോലെ ബ്രാലിനൊക്കെ ഭയങ്കര ഡിമാൻഡാണല്ലോ. അപ്പം അതുപോലുള്ള മീനുകൾ നമ്മൾ ഇറക്കുകയാണെങ്കിൽ നമുക്ക് പൈസയിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഈ പടുതാക്കുളം. ഒരു വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ സംഭവം ഈ ഫീൽഡിൽ നമ്മളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങി ഉച്ചയ്ക്ക് തൊട്ടത് വെള്ളത്തിൽ അടിച്ചു തുടങ്ങി 2-3 മണിക്കൂർ മോട്ടർ വെച്ച് അടിച്ചതിന് ശേഷമാണ് ഈ വെച്ച് ഇരുട്ടായി തുടങ്ങി ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും കോരി വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പരിപാടിക്ക് സ്റ്റോപ്പില്ലാണ്ട് കണ്ടിന്യൂസ് പെടാൻ നിങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് അടിച്ചു തുടങ്ങിയിട്ട് ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതേ കുളമൊക്കെ വെറ്റിച്ച് ഇതേ കുളത്തിൻ്റെ അടിഭാഗം കണ്ടു തുടങ്ങി. മീനുകളൊക്കെ അതേ ഒരു സൈഡിലേക്ക് മൊത്തം അടിഞ്ഞ് കൂടിയിട്ടുണ്ട്. വാളകൾ ഒക്കെ അതേ ഇവിടെ കിട്ടുന്നത് പെട്ടക്കനാണ്ടാ വാള. പിന്നെ അതുപോലെ അനാബസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ മറ്റേ കരിപ്പിടി എന്ന് പറഞ്ഞത് വെള്ളം വെറ്റിക്കാനുള്ള മോട്ടർ നമുക്ക് അടിത്തട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മോട്ടറിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കോരി അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക ഒരു വല വെച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് മീനുകളായി നിന്ന് സെപ്പറേറ്റ് ഇങ്ങനെ പിടിക്കാം. ലാസ്റ്റ് വരുമ്പോൾ നമുക്കിത് കുറച്ച് നേരത്തെ പണിയാണിത്. ശരിക്കും ഇത് വെറ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വർക്ക് തന്നെ നമുക്കിതിൽ വരും ഈ ഒരു സംഭവത്തിൻ്റെ ഒരു. ഒക്കെ ഒരുവിധം നല്ല പ്രായത്തിണ്ട്. ഒക്കെ ഫുള്ള് കിടന്ന് നടക്കുന്നുണ്ട്. നമുക്ക് ലേശം കൂടി വെള്ളം പറ്റില്ല, നമ്മുടെ പണി ഫുള്ള് പൂർത്തിയായി. ഈ ഒരു ടൈമിലെ മീൻകുളത്തിൻ്റെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പരിപാടിയായിട്ട് പുതിയ മീനിൻ്റെ സെറ്റപ്പായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.